എന്താ ടൈഗർ സാർ അന്തിച്ചു നോക്കുന്നത്? ഇതെന്താണ് ഈ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നത്? സാറത് ഉച്ചത്തിൽ വായിക്കൂ. ഇന്ന് മെയ് 1 പുലർച്ചെ 10 മണിക്ക് എണീറ്റു, പല്ല് തേച്ചു, കുളിച്ചു. എല്ലാ 1-ാം തീയതിയും അദ്ദേഹം പല്ല് തേക്കും. സാറത് മുഴുവൻ വായിക്ക്. പുലർച്ചെ 10 മണിക്ക് എണീറ്റു, പല്ല് തേച്ചു, കുളിച്ചു. പിന്നെ ഗുരുത്വാകർഷണ സിദ്ധാന്തം തെറ്റാണെന്ന് ഞാൻ ഉടനെ തെളിയിക്കും. അതിനുള്ള ഗവേഷണങ്ങൾ ഉടൻ പൂർത്തിയാകും. പിണ്ണാകൃതിക്കാട്ടിൽ വെച്ച് നടക്കുന്ന ശാസ്ത്ര കോൺഗ്രസിൽ ആ ഗവേഷണ പ്രബന്ധം അവതരിപ്പിക്കാൻ ഞാൻ തയ്യാറെടുക്കുകയാണ്. ഐസക് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തം തെറ്റാണെന്ന് തെളിയിക്കാതെ എനിക്കിനി വിശ്രമമില്ല. പരീക്ഷണത്തിന് പറ്റിയ ഒരു ആപ്പിൾ മരം കിട്ടാത്തത് എന്നെ വല്ലാതെ കുഴക്കിയിരുന്നു. എന്നാൽ എനിക്ക് വേണ്ടി ഒരു ആപ്പിൾ മരം കണ്ടെത്തി തരാമെന്ന് എന്റെ സുഹൃത്തും സയന്റിസ്റ്റുമായ ഡോക്ടർ ചാപ്പുമുയൽ വാക്ക് തന്നിട്ടുണ്ട്. ഡോക്ടർ ചാപ്പു ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആപേക്ഷികത സിദ്ധാന്തം തെറ്റാണെന്ന് തെളിയിക്കാനായി ശ്രമിക്കുകയാണ്. പക്ഷേ ആ ഗവേഷണം അദ്ദേഹത്തിന് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഡോക്ടർ പാച്ചുവും ഡോക്ടർ ചാപ്പുവും എന്തിനാണ് മഹാന്മാരായ ന്യൂട്ടന്റെയും ഐൻസ്റ്റീന്റെയും സിദ്ധാന്തങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ നടക്കുന്നത്? എന്തെങ്കിലും ഒരു പണി വേണ്ടേ സാർ? ന്യൂട്ടനും ഐൻസ്റ്റീനും മാത്രം ജീവിച്ചാൽ മതിയോ? എന്റെ ഭർത്താവിനെ പോലെ പാവപ്പെട്ട ശാസ്ത്രജ്ഞർക്കും ഇവിടെ ജീവിക്കണ്ടേ? അത് വിടൂ. ഈ ഡയറിയിൽ എന്താണ് ഇത്ര സംശയാസ്പദമായുള്ളത്? ഈ ഡോക്ടർ ചാപ്പുവിന് എനിക്ക് സംശയമുണ്ട്. നിങ്ങളുടെ ഭർത്താവിന് ആപ്പിൾ മരവും പ്രാവും കണ്ടാൽ തിരിച്ചറിയില്ലേ? ഏതായി മരയോന്ത്? ഇവനെ എനിക്ക് പിടിക്കുന്നില്ലാട്ടോ. ഏയ്, അവൻ എന്റെ കൂട്ടാളിയാണ്. ഇത് പറയൂ, ഡോക്ടർ ചാപ്പുവും നിങ്ങളുടെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായി നിങ്ങൾക്കറിയാമോ? ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരല്ലേ സാർ? എന്തെങ്കിലും പ്രശ്നമുണ്ടാകാതിരിക്കില്ല. ചാപ്പുവിന് എന്റെ പാച്ചുവേട്ടനോട് അസൂയുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, എന്തായാലും ഞങ്ങൾ ഡോക്ടർ ചാപ്പുവിനൊന്ന് ചോദ്യം ചെയ്യട്ടെ. ഒത്തിരി നന്ദി ടൈഗർ സാർ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. നമുക്കുടനെ ഡോക്ടർ ചാപ്പുവിനെ പോക്കണം. അയാൾ എവിടെയാണ് താമസം? ഡോക്ടർ പാച്ചുവിന്റെ മരണശേഷം അയാൾ മൊട്ടാമ്പി ഗുഹയ്ക്കടുത്ത് ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ കഴിയുകയാണ്. ഓഹോ, സംശയമില്ല, ആ ചാപ്പു തന്നെയാണ് പാച്ചുവിനെ തട്ടിയത്. കാരണം ഈഗോ ക്രഷ്. ഡോക്ടർ പാച്ചുവിന്റെ കണ്ടുപിടുത്തങ്ങൾ ഏതാണ്ട് അവസാനിക്കാറായിരുന്നു. എന്നാൽ ചാപ്പ് ഗവേഷണം തുടങ്ങിയെങ്കിലും അതെവിടെയും എത്തിയിരുന്നില്ല. അത് ഡോക്ടർ പാച്ചുവിന്റെ ഡയറിയിലുണ്ടല്ലോ. ഇത് ചാപ്പുവിലുണ്ടാക്കിയ പകയാണ് പാച്ചുവിന്റെ കൊലപാതകത്തിൽ അവസാനിച്ചത്. എക്സലന്റ് ഡീമോ, നീ പറഞ്ഞതായിരിക്കാം സത്യം. പിന്നെ മറ്റൊരു കാര്യം, ഡോക്ടർ പാച്ചുവിന്റെ ഈ ഡയറി നീ ശ്രദ്ധിച്ചോ? അതിൽ ചില പേജുകൾ കോഡ് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അത് ഡീകോഡ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ തെളിവുകൾ ലഭിക്കും. ഇത് സയന്റിസ്റ്റുകൾ ഉപയോഗിക്കുന്ന കോഡ് ഭാഷയാണെന്ന് തോന്നുന്നു. വരട്ടെ, നമുക്കിതെങ്ങനെയെങ്കിലും ഡീകോഡ് ചെയ്യണം. നമുക്കാദ്യം ഡോക്ടർ ചാപ്പുവിനെ ഒന്ന് കാണാം. ഓക്കേ ബോസ്. ഞാൻ ടൈഗർ പോലീസാണ്. ഞാൻ ലീമോ. ഓഹോ, അപ്പൊ ഞാനോ? നിങ്ങൾ ഡോക്ടർ ചാപ്പു അല്ലേ? ആണോ? നിങ്ങൾ പറയും പോലെ. വരൂ, അകത്തേക്ക് വരൂ. ഞാൻ ടൈഗർ ഫ്രം ഇന്റലിജൻസ് ബ്യൂറോ. ഡോക്ടർ പാച്ചു വധക്കേസ് അന്വേഷിക്കുന്നത് ഞാനാണ്. ഓ, ടൈഗർ, വരൂ, ഇരിക്കൂ. ഞങ്ങൾക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പാച്ചുവിന്റെ മരണശേഷം എനിക്ക് അതികഠിനമായ ഭ്രാന്ത് പിടിച്ചു. ഇയാളെ വിശ്വസിക്കരുത്, ഇയാള് ഭ്രാന്ത് അഭിനയിക്കുകയാണ്. ആ നോക്കൂ, എനിക്ക് ഭ്രാന്താണെന്ന് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ തന്നെയാണല്ലോ ഒപ്പിട്ടിരിക്കുന്നത്. ഞാനൊരു ഡോക്ടറാണല്ലോ. അയ്യോ, ഇയാളോട് എന്ത് ചോദിച്ചിട്ടും കാര്യമില്ല, ഇയാള് പൊട്ടൻ കളിക്കുകയേ ഉള്ളൂ. ഡോക്ടർ ചാപ്പു, ഇത് പാച്ചുവിന്റെ ഒരു ഡയറിയാണ്. ഇതിൽ കോഡ് ഭാഷയിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഡീകോഡ് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഓ മൈ ഗോഡ്, എന്താണ്? ശാസ്ത്രലോകത്തെ പ്രകമ്പനം കൊള്ളിക്കാൻ ഇടയുള്ള ഒരു കണ്ടുപിടുത്തമാണിത്. എന്ത് കണ്ടുപിടുത്തം? മൈക്കിൾ ഫാരഡേ ആണല്ലോ വൈദ്യുതി കണ്ടുപിടിച്ചത്.
അന്ന് ഫാരഡെ കണ്ടെത്തിയത് യഥാർത്ഥ വൈദ്യുതി അല്ല എന്നാണ് ഡോക്ടർ പാച്ചു ഇതിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ ഫാരഡെ അന്ന് കണ്ടെത്തിയത് വ്യാജ വൈദ്യുതി ആയിരുന്നത്രേ. യഥാർത്ഥ വൈദ്യുതി ഉണ്ടാക്കാനുള്ള രഹസ്യ കൂട്ടാണ് ഈ ഡയറിയിൽ ഡോക്ടർ പാച്ചു കുറിച്ചിട്ടുള്ളത്. അടിപൊളി. ഓ പാച്ചു, നീ എത്ര ബുദ്ധിമാനായിരുന്നു. നിന്റെ ഈ ശാസ്ത്രലോകത്തിന് നഷ്ടമായല്ലോ. ഇത് ശരിക്കും വട്ട് തന്നെയാണോ? ഏയ്, ഓ, ചോദിക്കാൻ മറന്നു. നിങ്ങൾക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ചായ, കാപ്പി, സർബത്ത്, ഫുൾ ജാർ സോഡ? ഏയ്, ഞങ്ങൾക്കൊന്നും വേണ്ട. ഇത് പണി കിട്ടും ബോസേ. ഈ ഭ്രാന്തന്റെ അടുത്തൊന്ന് പോകുന്നതാ നല്ലത്. നീയല്ലേ പറഞ്ഞത് ഇയാൾക്ക് ഭ്രാന്തൊന്നുമില്ല, അഭിനയിക്കണമെന്ന്? അല്ല, അത് പിന്നെ ഡോക്ടർ ചാപ്പു മരിച്ചു.